നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്ല കമ്പനിയുടെ ഉടമസ്ഥനെയാണ്. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അദ്ദേഹമാണ് അമേരിക്കക്കാരനായ ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ധാരാളം ഷിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷിപ്പുകൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കരുതും ഈ കടലിലേക്കുള്ള ഷിപ്പാണെന്ന്. പക്ഷേ ഇത് സ്പേസിലേക്കുള്ള ഷിപ്പാണ് അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ചിത്രമാണ് നമ്മളെ മുഖചിത്രത്തിൽ കണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും. ഈ ധാരാളം കമ്പനികൾ നടത്തുന്ന ഒരു ഭയങ്കര ബിസിനസ്സുകാരനാണ് ഈ പ്രസ്തുത ഇലോൺ മസ്ക്. അദ്ദേഹം അമേരിക്കക്കാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ഷിപ്പുകൾ ഇപ്പോൾ ധാരാളം റോക്കറ്റുകൾ ആകാശത്തേക്ക് അയച്ചു കഴിഞ്ഞു. അദ്ദേഹം ഏറെക്കുറെ ഈ തുക മുഴുവൻ ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആകാശത്തേക്ക് അയക്കുന്ന ഷിപ്പുകൾ തന്നെയാണ്. ഷിപ്പുകൾ നിർമ്മിക്കുക, അയക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഷിപ്പ് പൊട്ടിത്തെറിച്ചു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കില്ല. ടെസ്ല കാർ എന്ന് പറയുന്നത് തന്നെ വളരെ വില കൂടിയ കാറാണ്. പിന്നെ അതുമായി ഇന്ത്യയിലേക്ക് വരാമെന്ന് അദ്ദേഹം ഏറ്റിരുന്നു. അതായത് ഈ ടെസ്ല ബാംഗ്ലൂരിൽ വന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രംപിനോട് അല്പം പ്രശ്നത്തിൽ നിൽക്കുകയാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു ടെസ്ല ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എന്തായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇതാണ്. ഈ മറ്റേ സ്പേസ് എക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. ഈ സ്പേസ് എക്സ് നിർമ്മിക്കുന്ന ധാരാളം റോക്കറ്റുകൾ ഇപ്പോൾ ആകാശത്തേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചന്ദ്രനിൽ മാത്രമല്ല മറ്റു ഗ്രഹങ്ങളിലും തനിക്ക് പോകണമെന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയൊന്നും പ്രത്യേകിച്ച് സുഖമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ഈ ഉയർന്ന ചിന്ത എന്നുള്ളതും മനുഷ്യന് വളരെ ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അപ്പോൾ വെറും ഒരു ആദ്യം കാലത്ത് ഒരു സാധാരണക്കാരനായ അദ്ദേഹം ഏറ്റവും വലിയ സമ്പന്നനായിത്തീരുകയും ആ സമ്പത്ത് മുഴുവൻ ഈ ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ടെസ്ല കാർ എന്ന് പറയുന്നത് ഇവരിറക്കുന്ന ഈ കാർ എന്ന് പറഞ്ഞാൽ മറ്റേ പുതിയ മോഡൽ അയൺ ലിത്തിക് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനേക ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ബാറ്ററിയാണത്. പുതിയ മോണോലിത്തിക് ലിഥിയം ബാറ്ററി എന്ന് പറയുന്നത്. ലിഥിയം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അത് എല്ലാ രാജ്യത്തും ഇല്ല. അത് ചൈനയുടെ കയ്യിലാണ് ഈ റെയർ എർത്ത് മൂലകത്തിൽപ്പെടുന്ന ഈ ഒരു സാധനം ഏറെയുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചൈനയാണിത് സപ്ലൈ ചെയ്യുന്നത്. എന്തായാലും ഈ പുതിയ മോഡൽ കാറുകൾക്ക് അപ്പോൾ ഇനി പെട്രോളൊന്നും വേണ്ട, അതുപോലെ ഡീസലൊന്നും വേണ്ട, വൈദ്യുതി ഇതിനെ ആശ്രയിക്കുന്നുമില്ല. അപ്പോൾ ഈ ബാറ്ററി കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത്. അപ്പോൾ വൈദ്യുതി വേണ്ട എന്നല്ല, ഒരിക്കൽ ചാർജ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. അഥവാ ചാർജ് ചെയ്യേണ്ടി വരാത്ത ബാറ്ററി ആണോ എന്നും കൂടുതൽ അറിയില്ല. എന്തായാലും ശരി, ഈ സ്പേസ് ഷട്ടിലുകൾ അയക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി സ്വന്തം കമ്പനിയായ സ്പേസ് എക്സിലൂടെ ധാരാളം ഉപഗ്രഹങ്ങൾ അദ്ദേഹം ആകാശത്തേക്ക് അയച്ചു കഴിഞ്ഞു. അത് നമുക്കത് കാണാനും സാധിക്കും, വരിയായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഓരോരോ ചിന്തകൾ ആളുകളെ നമ്മൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം, ആ പണം
എത്രമാത്രം ഉണ്ടാക്കാം, അതിനതിരില്ല. നമ്മളെ ബിസിനസ് മൈൻഡാണ് നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ ദൈവം കൊണ്ടുവരും നമുക്ക് ഒരുപാട് പൈസ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ദൈവം ആർക്കും പൈസ കൊണ്ടുവന്ന് കൊടുക്കുകയില്ല. അപ്പം ലോട്ടറി അടിക്കുന്നതൊക്കെ ദൈവം വിചാരിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അതല്ല. അത് നമ്മുടെ ഒരു സമയമാണ്. ആ സമയത്തിൽ നമ്മൾ പണക്കാരനാവണം എന്നൊരു വിധി നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ പണം നേടിയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വിധി അദ്ദേഹത്തിന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം പണ്ട് കാലത്ത് സമ്പന്നനായ ഒരാളൊന്നുമായിരുന്നില്ല ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ കഠിനമായ അധ്വാനത്തിലൂടെ അദ്ദേഹം അത് നേടിയെടുത്തു. ഇപ്പോൾ അമേരിക്കയിലുള്ള അദ്ദേഹം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. അതുപോലെ തന്നെ അമേരിക്ക പിന്നെ ഈ ഇലോൺ മസ്കിനോട് ചോദിക്കാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സമ്പത്ത് മുഴുവൻ അമേരിക്കക്കാണ് കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തമായ ആ കമ്പനിയുടെ കണ്ടുപിടുത്തമായ പിന്നെ ഒരു ഇലക്ട്രോണിക് ചിപ്പ്. അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഉള്ളിലേക്ക് പിടിപ്പിക്കാനുള്ള സാധനമാണ്. അത് ചെവിയുടെ ഇവിടെ എവിടെയെങ്കിലും ചെറിയ ഓപ്പറേഷൻ നടത്തിയിട്ട് അതിലേക്ക് വെക്കുകയും പിന്നെ നമ്മുടെ ചിന്ത അതിലേക്ക് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാനും മറ്റു പ്രോഗ്രാമുകൾ ചെയ്യാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കഴിയുക എന്നുള്ള ഒരു കണ്ടുപിടുത്തം അതുവരെ അദ്ദേഹം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഇൻ്റർനെറ്റ് സൗകര്യം ഇന്ത്യയിൽ 5 കൊല്ലത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇൻ്റർനെറ്റ് സൗകര്യം അദ്ദേഹം ഈ പിന്നെ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യം അദ്ദേഹം നിർത്തലാക്കി എന്നാണ് ഒരു പരാതി. അത് അമേരിക്കയുടെ ആജ്ഞാമൂലം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു രാജ്യം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇൻ്റർനെറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്തരമൊരു കാര്യത്തിൽ പട്ടാളത്തിൻ്റെയോ അതുപോലെ ഗവൺമെൻറ്റിൻ്റെയോ ഇൻ്റർനെറ്റ് സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല എന്നൊരു വർത്തമാനം ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു 5 കൊല്ലത്തിന് ഒരു ട്രയൽ എന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഇലോൺ മസ്കിനെ പറ്റി എന്താണ് ഒരു വീഡിയോ ചെയ്യാത്ത നിങ്ങൾ എന്ന് പറഞ്ഞതിന് ഒരു ഇതായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലോകത്ത് 2ാമത്തെ പണക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ പണക്കാരൻ സൗദി രാജാവായ രാജാവിൻ്റെ മകൻ മുഹമ്മദ് ബിൻ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പെട്രോളിൻ്റെ ഉടമസ്ഥതയാണ് സ്വന്തം രാജ്യത്ത്. അപ്പോൾ എന്തായാലും ശരി, ഈ 2ാമത്തെ പണക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അതിനേക്കാൾ വലിയ ആൾ തന്നെ തീരുന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ടെസ്ല കാറെന്ന് പറയുന്നതൊക്കെ നമ്മുടെ റോഡിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അടിപൊളി റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആർക്കും വാങ്ങാം. പക്ഷേ ഭയങ്കര വിലയാകും എന്ന് മാത്രം. അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം വന്നിട്ട് ഈ കാർ നിർമ്മാണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ കർണാടകയിലുള്ള മറ്റ് സ്ഥലത്തൊക്കെ ഇതാവുകയാണെങ്കിൽ ഒരുപാട് തൊഴിലുകൾ ഇന്ത്യക്കാർക്ക് കിട്ടിയിരുന്നു എന്നതുകൊണ്ടാണ് ഈ കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ചത്. വരാമെന്ന് ഏറ്റിരുന്നു, പക്ഷേ വന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു സ്പേസിലേക്ക് സ്വന്തമായിട്ട് പിന്നെ റോക്കറ്റ് വിടാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ എന്ന സ്ഥിതിക്ക് ഇലോൺ മസ്ക് വളരെ പ്രസിദ്ധനാണ്. ലോകപ്രസിദ്ധനായ ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ വളരെ പ്രചോദനമാകുന്ന ഒരു കഥയാണ്. അപ്പോൾ ബിസിനസ് മൈൻഡുള്ള ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാവുന്നതും മറ്റൊരു ബിസിനസ് സംരംഭത്തിലേക്ക് ധൈര്യമായിട്ട് പുറപ്പെടാവുന്നതുമാണ് എന്നുള്ളതാണ് ഈ പ്രചോദനം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനും അതുപോലെ ഷെയർ ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ഇനിയും മേലിലും അങ്ങനെ തന്നെ ആവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.